ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ PGയെയും അതുപോലെ തന്നെ EMSനെയും ഒക്കെ വിട്ടേക്കൂ. കഴിഞ്ഞ സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് CPMന് കേരളത്തിലെ സെക്രട്ടറിയെ കോടിയേരി ബാലകൃഷ്ണനെയും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും നഷ്ടമായ സമ്മേളന കാലയളവാണ്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ്. ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ അതിപ്പോൾ ദേശീയ സർക്കാരിനോടുള്ള വർഗീയതയോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, മുതലാളിത്തത്തോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, ദേശീയ ബൂർഷ്വാസിയോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യങ്ങളോടുള്ള നിലപാടിൻ്റെ കാര്യത്തിലാവട്ടെ, ഒരു 100% ക്ലാരിറ്റിയോടുകൂടി പൊതുസമൂഹത്തിന് ബോധ്യമാവുന്ന വണ്ണം വിശദീകരിക്കാൻ CPMന് കഴിയാതെ പോകുന്നുണ്ടോ? അതുകൊണ്ടാണോ 100 അഭിപ്രായങ്ങൾ വരുന്നത്? അഭിലാഷ്, അതിൻ്റെ മുമ്പേ ഈ നിയോ ഫാസിസം എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും കൂടി ക്ലിയർ ആക്കണം. പ്രേമലു സിനിമേൻ്റെ ക്ലൈമാക്സ് സീനിൽ റീനു എന്ന് പറയുന്ന നായിക കഥാപാത്രം പറയുന്നുണ്ട്, ഐ തിങ്ക് ഐ ആം ഫോളിങ് ഫോർ യു എന്ന്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ ഓന് മനസ്സിലാവില്ല, നീ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് റീനു ഐ ലവ് യു എന്ന് പറയുന്നത്. ഒന്ന് കടുത്ത് പറയുന്നതിന് എന്നോട് ക്ഷമിക്കുക, ഒരു കാര്യം പറയാനേ പറ്റുള്ളൂ ആർക്കായിരുന്നാലും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പ്രിയപ്പെട്ട കുമാരവിള സഖാവ് പറയുന്ന ഈ തത്വാധിഷ്ഠിത വാദം ഇപ്പൊ പാർട്ടി മീറ്റിംഗിൽ പോലും പഴകുളം മധുവിന് മനസ്സിലാകത്തില്ല. എനിക്ക് അറിവില്ലായ്മയാണെന്ന് പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പ്രേംകുമാറെ ഈ സിനിമയിൽ കണ്ട പഴയ വാദം ഉണ്ടല്ലോ, കുമാരവിള സഖാവിനെ തർക്കിക്കാൻ, ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ലെന്നുള്ളത്. അതാണ് ഇപ്പോഴും നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളിപ്പോഴും സിനിമയും കണ്ടിരുന്നോളൂ. ഞാൻ കാര്യം പറയട്ടെ, അതായത് നിയോ ഫാസിസം എന്ന് പറഞ്ഞാൽ ഫാസിസത്തെക്കാൾ ഭീകരമായ അവസ്ഥയാണ്. ഒരു പാർട്ടിയെ പറ്റി നിയോ ഫാസിസ്റ്റ് എന്ന് 2024 പറഞ്ഞാൽ അത് ഫാസിസവും കടന്നിട്ട് അതിനേക്കാൾ അതിസമർത്ഥമായ മെത്തഡോളജീസും ടൂൾസും ഉപയോഗിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ പ്രൊപ്പഗാൻഡയിലൂടെ കളവ് പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിയോ എന്ന് ചേർക്കുന്നത് കൊണ്ട് എല്ലാം പുതിയത് നല്ലത് എന്നല്ല. KSRTCയിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതലാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയേക്കാൾ ചാർജ് കുറവാണ്. ഇതിലും ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ എന്ത് കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കൂ. ഒരു പാർട്ടി ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അത് നിയോ ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ അഭിലാഷ് ചോദിച്ചതിൻ്റെ അകത്തേക്ക്, അതായത് CPM എന്നുള്ള ഒരു പാർട്ടി മാത്രമാണ് സത്യത്തിൽ കേരളത്തിൽ, അല്ലെങ്കിൽ CPI എന്നുള്ള പാർട്ടിയാണ് ഓരോ കാര്യങ്ങളെ പറ്റിയും ഇത്ര വിശദമായിട്ട് ചർച്ച ചെയ്ത് തർക്കിച്ച് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എടുത്ത് ആളുകളോട് പ്രിന്റ് ചെയ്ത് വിശദീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് പലപ്പോഴും കൺഫ്യൂഷൻസും ക്ലാരിറ്റി കുറവും ഉണ്ടാവുകയും ചെയ്യും. അത് നിരന്തരമായി ചർച്ച ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ നയം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എഴുതി വെച്ച സാധനം, അത് മതവിശ്വാസമാണ്. ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എല്ലാ കാലവും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അല്ലല്ലോ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് നയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ രാഷ്ട്രീയ കാലാവസ്ഥ, ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ അവസ്ഥകൾ, കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ, ഇന്ത്യയിലാണെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥകൾ അനുദിനം എന്നുള്ളത് പോലെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം BJPക്ക് എതിരായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സംഗതിയാണുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ നേതൃസ്ഥാനത്ത് വരേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അത് പറയുന്നുണ്ട്. പക്ഷെ ഇഫക്റ്റീവായിട്ട് ഗോവിന്ദമാഷി പറഞ്ഞ ജാഗ്രതയോടെ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഡൽഹിയിലടക്കം തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതേസമയം തന്നെ നാഷണൽ പൊളിറ്റിക്സിൽ BJPക്ക് എതിരെ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാ മതേതര പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ്. 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് കോൺഗ്രസിനെ പറ്റി അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏറ്റവും പ്രധാനമായ സാമ്പത്തിക നയ സമീപനങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്.